ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു പാർക്കിലേക്ക് പോവുകയാണ്. കുഞ്ഞപ്പിള്ളേരും അവിടെ അമ്മയൊക്കെ ആയിട്ട് കേട്ടോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വണ്ടിയിൽ നല്ല സ്പേസ് കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഉള്ള സ്പേസിൽ നിന്ന് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഇവിടെ ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ പാട്ടൊക്കെ കേട്ട് നിന്ന് ആൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി കേട്ടോ. അതെ, ഡാൻസ് കളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ബ്രേക്ക് ഇപ്പോൾ പോയേനെ. നമ്മൾ സ്ഥലം എത്തിയിട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലം. സീഷോർ ഫാം ആൻഡ് നഴ്സറി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും 3 പീടിക റോട്ടിലുള്ള കാക്കത്തുരുത്തി എന്ന ഗ്രാമത്തിലാണ് കേട്ടോ ഈ പാർക്കുള്ളത്. അങ്ങനെ ഇറങ്ങി ഞങ്ങളത് അകത്തേക്ക് നടക്കുകയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് കുട്ടികളുടെ പാർക്കാണ് കേട്ടോ. ജംഗിൾ ബുക്കിൻ്റെ മാതൃകയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആദ്യം തന്നെ പാർക്കിൽ കയറി കളിക്കാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പാർക്കിലേക്ക് കയറി കളിക്കുക കേട്ടോ. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടോ. ചേട്ടന്മാരും ചേച്ചിമാരുടെ കൂടെയൊക്കെ ഭയങ്കര രസിച്ച് കളിക്കുകയായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഒരുപോലെ ആസ്വദിച്ച് കളിക്കാൻ പറ്റിയ ഒരു പാർക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ രസിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു മഴ. അങ്ങനെ ഞങ്ങളിത് കുറച്ച് നേരം കയറി നിന്ന് അവിടെ വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങളൊരു ഉച്ചയായിട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ. അപ്പോൾ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കേട്ടോ. അവിടെ കുറച്ച് അപ്പുറത്ത് തന്നെ ആയിട്ട് ഒരു ഹോള് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിള്ളേരത് കളിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നല്ല മഴയായിട്ടോ. ഇന്നത്തെ ദിവസം ഒന്നും നടക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ട്രെയിനിൽ കയറാമെന്ന് വെച്ചിട്ട് പോവാണ്. ട്രെയിനിൽ കയറാനായിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെടികളുടെ ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. പലതരം ചെടികളുണ്ട് കേട്ടോ. അപ്പുറത്തായിട്ട് തന്നെ കിളികളെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കോഴികളുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിപ്പോയി ഗൈസ്. കുറച്ച് നേരമായിട്ട് നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. കാണുന്ന കേട്ടോ ട്രെയിനിൻ്റെ ഡ്രൈവർ. അങ്ങനെ എല്ലാവരും ട്രെയിനിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ഗാർഡൻ്റെയും നമ്മൾ നേരത്തെ കളിച്ച പാർക്കില്ലേ, പാർക്കിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ ട്രെയിൻ പോകുന്നത്. സൈഡിൽ തന്നെ തോട് പോലെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. കവുങ്ങിൻ തോട്ടത്തിലൂടെയാണ് കേട്ടോ നമ്മുടെ ട്രെയിന് പോണത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും വിചാരിച്ചു ഈ കവുങ്ങിൻ തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ട്രെയിനിൽ കയറിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ കുറച്ച് അപ്പുറത്തായിട്ട് പശുക്കളുടെ ഒരു ഫാം കാണുന്നത്.
കുറച്ച് അപ്പുറത്തായിട്ട് തന്നെ പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഇങ്ങനെ ഈ ഫാമിൽ പട്ടികളെ വളർത്തുന്ന ഒരു ഫാമൊക്കെ കാണുന്നത് കേട്ടോ. പിന്നെ ദേ ഈ കാണുന്നത് യന്ത്രഊഞ്ഞാലും അങ്ങനെ മറ്റ് റൈഡ്സൊക്കെയാണ് കേട്ടോ. ദേ അപ്പുറത്ത് ഒരാളിരുന്ന് ചൂണ്ടയിടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല നമ്മുടെ അറബികളുടെ വളർത്തു മൃഗമായ ഒട്ടകത്തെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. കുതിരകളെയും വളർത്തുന്നുണ്ട് കേട്ടോ. ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക്. ദേ ഇവിടെ വേറൊരാളുണ്ട് കേട്ടോ. ആൾക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമായില്ല തോന്നുന്നു, അതുകൊണ്ട് തന്നെ വേഗം അപ്പുറത്തേക്ക് മാറിട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറിയിട്ടോ. കൂടാതെ മറ്റ് റൈഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. ബെസ്റ്റ് വെക്കേഷൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ പാർക്ക്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വരുന്ന വഴിക്ക് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേക്കും. ടാറ്റാ ബൈ.